അച്ഛനെ ഒരു വർഷമായി, ഈ മരിക്കുന്നതിന് ഒരു വർഷമായി അച്ഛൻ ഒപ്പിടാൻ പറ്റില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ, അയാളായിരുന്നു അവിടുത്തെ ഭരണം. അയാൾ കൈപിടിച്ചാണ് ഒരു വർഷമായിട്ട് സകല ചെക്ക് ബുക്കുകളും സകലതും ഒപ്പിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വിൽപ്പത്രം ഒപ്പിടാൻ ഒരു പ്രയാസവുമില്ല. ഒരു കുടുംബത്തിലൊരു പേര് മോശമാവണ്ടെന്ന് വിചാരിച്ച അച്ഛൻ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂവിൽ. ചുരുക്കത്തിൽ പണം കൊടുത്ത് കാണണം. പണം കൊടുത്തു. അച്ഛൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുമല്ലോ അതിനകത്തുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞ വാചകമാണ്, അയ്യോ ദൈവദോഷം പറയരുതല്ലോ, ഒന്നുമില്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ, അവർ കരയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ സംഭവിച്ചു പോയതിന് എൻ്റെ കുടുംബം മുഴുവൻ ഞാൻ ദുഃഖിക്കുക. അച്ഛനെ പറഞ്ഞ പോലെ ഒരു ഹൗസ് അറസ്റ്റ് പോലെ ആയിരുന്നു അച്ഛൻ. ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കണം, അവിടെ ആളുണ്ടോ? ഇതൊക്കെ ഇതല്ല ഈ മനോജ് പൊന്നച്ഛനാണ് അസിസ്റ്റന്റ്. അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ടോ? ഞാനതെങ്ങനെ പറയാം, എൻ്റെ സഹോദരൻ ഒരു സൈഡിൽ എൻ്റെ അച്ഛൻ. ഞാൻ എന്തും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് വിഷമിക്കുകയാണ്. ഒരുപാട് എൻ്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട്. അതോ എല്ലാവർക്കും ഗണേശനെ ഭയമാണ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശ്രീമതി ഉഷ മോഹൻദാസ്. നമസ്കാരം. ശ്രീമതി ഉഷ മോഹൻദാസ് IAS ഭാര്യ, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൾ, ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാറിന്റെ മൂത്ത സഹോദരി. പൊതുരംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ എപ്പോഴും വളരെ കൃത്യതയോടെ മറുപടി പറയുന്ന, ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമ. രാഷ്ട്രീയം അടുത്ത് നിന്ന് പലപ്പോഴും നോക്കിക്കാണുന്നു. രാഷ്ട്രീയത്തിലുപരി ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കുടുംബ ബന്ധം ഒരു കാലഘട്ടത്തിൽ വളരെ പവിത്രമായി കരുതി പിന്നീട് ആ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ശ്രീമതി ഉഷ മോഹൻദാസിന് ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. അച്ഛൻ്റെ മരണത്തിന് ശേഷം ഒരു വിൽപ്പത്ര വിവാദം, സ്വന്തം സഹോദരൻ അങ്ങേ തള്ളിപ്പറഞ്ഞ് പലപ്പോഴും പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നു. സ്വത്തും പണവുമൊക്കെ ചിലരെ മോഹിപ്പിച്ചപ്പോൾ സഹോദരിയുമായുള്ള ഒരു ബന്ധം പോലും മറന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ ചിന്തകൾ തുടങ്ങുമ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു കുടുംബ അന്തരീക്ഷം, കുടുംബ പശ്ചാത്തലം? ആർ ബാലകൃഷ്ണപിള്ള എന്ന അച്ഛനെ കുറിച്ച് എന്താണൊരു നമുക്ക് മലയാളികളോട് പറയാനുള്ളത്? ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ, ആ അച്ഛൻ്റെ മകളായി ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ MLA ആയിരുന്നു. പത്തനാപുരം കോൺസ്റ്റിറ്റ്യൂൻസിൽ വെറും 25 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി. അന്ന് ഞാൻ ജനിച്ച ഉടനെ അച്ഛൻ MLA ആവുകയായിരുന്നു. അന്ന് മുതൽ രാഷ്ട്രീയം അറിഞ്ഞും കണ്ടും കേട്ടും വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ചെറുപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ അച്ഛൻ്റെ രാഷ്ട്രീയം കാരണം പൂർണ്ണമായിട്ട് അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകളും കൂടിയാണ്. അത് അച്ഛൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൾ 6 വയസ്സ് വരെ എന്നെ അറിയില്ലായിരുന്നു, അടുത്തുപോലും കാണാൻ പറ്റാത്ത. ഇന്നത്തെ രാഷ്ട്രീയമല്ല അന്നെന്ന് പറഞ്ഞാൽ കാടും മലയും കയറിയും ദിവസങ്ങളോളം കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. മൊബൈൽ ഫോൺ ഇല്ല, ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ, കാറും ഫാസ്റ്റ് ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു അതിഥി. അതിൽ കൂടി അച്ഛനുമായിട്ടൊരു ബന്ധം ചെറുപ്രായത്തിലില്ലായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് മന്ത്രിമന്ദിരത്തിലേക്ക് വരാറില്ലേ? അല്ല, അന്ന് മന്ത്രി അല്ലായിരുന്നല്ലോ. 25, പക്ഷെ വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായി. അത് ഞാൻ വളരെ വലുതായതിനു ശേഷമാണ്. ചെറുപ്രായത്തെ പറ്റി ഞാൻ പറയുകയാണ്. ചെറുപ്രായത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ പിന്നീട് അത് പത്തനാപുരം കഴിഞ്ഞ് പിന്നെ കൊട്ടാരക്കര കോൺസ്റ്റിറ്റ്യുവൻസിലോട്ട് അച്ഛൻ വരികയുണ്ടായി. അന്നൊക്കെ കുറച്ചും കൂടി കാലം സൗകര്യങ്ങൾ പുരോഗമിച്ചപ്പം അച്ഛനെ എൻ്റെ ചെറുപ്പത്തിലെ കാര്യം ഞാൻ പറയാ. ഇന്നത്തെ രാഷ്ട്രീയക്കാര് കുടുംബം നന്നായിട്ട് നോക്കുന്നു, രാഷ്ട്രീയവും നോക്കുന്നു. പക്ഷെ പണ്ട് രാഷ്ട്രീയം വളരെ കഠിനമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഈസി അല്ല. ഇപ്പൊ കയ്യിൽ കൊണ്ട് കൊടുക്കുക, MLA സ്ഥാനമാവട്ടെ മന്ത്രിസ്ഥാനമാവട്ടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് അങ്ങനെയല്ല. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും ശ്രമിച്ചുമാണ് അന്ന് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം കെട്ടിപ്പടുക്കുന്നത്. പൂർവികമായി കിട്ടിയ ഒരു വലിയ സമ്പത്തിനുടമയായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ വലിയൊരു സമ്പത്തിന്റെ നടുവിലല്ലേ വളർന്നു വന്നത്. അതൊക്കെ ശരിയാണ്. കാരണം എൻ്റെ അച്ഛന് ഏക മകന് കിഴൂട്ട് രാമപിള്ള എന്ന് പറഞ്ഞ തിരുവിതാംകൂറിലെ ഏറ്റവും ഒരു പണമുള്ള ആളുടെ ഏക മകന്, സിസ്റ്റേഴ്സ് ഉണ്ട്, മകനായിരുന്നു അച്ഛന്. അപ്പോ അന്ന് നെൽകൃഷിയാണ്. ആ ഒരു വിധത്തിൽ പറഞ്ഞ ആ നാട് മുഴുവൻ അപ്പന്റെ ആയിരുന്നു. അച്ഛനായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുക, അത് അച്ഛൻ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കുറെ. പക്ഷെ
അപ്പൻ ഉണ്ടാക്കിയ അതിന്റെ ഇടയിൽ എല്ലാ ഭാഗ്യങ്ങളും കൂടി തന്നെയാണ് വളർന്നത്. അത് സംശയമില്ല. അന്ന് സഹോദരങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സഹോദര ബന്ധം ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് വളരെ നല്ല ഞങ്ങൾ 3 മക്കളാണ്. 3 പേരും വളരെ സന്തോഷവും സ്നേഹത്തോടെയും കൂടി വളരെ നന്നായിട്ട് തന്നെ ജീവിച്ചത്. അതിന് ഒരു തർക്കവും ഇല്ല. 2 പെങ്ങന്മാർക്ക് ഒരു ഒരു സഹോദരൻ. അതുകൊണ്ട് തന്നെ ഇത്തിരി ഓമനിച്ചു ഗണേഷ് കുമാറിനെ കൂടുതൽ. തീർച്ചയായിട്ടും ഒരു പ്രത്യേകത. മകൻ, ഇളയ 3ാമത്തെ മകൻ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ചേച്ചി എന്ന നിലയിൽ വലിയ കാര്യമായിരുന്നു. ഇന്നും ഞാൻ പറയാലോ, ഏത് കേസും വഴക്കും എന്തെല്ലാം ഉണ്ടായാലും സഹോദരൻ തന്നെയാണ് മനസ്സിൽ ആ വിചാരമുണ്ട്. പക്ഷെ സഹോദരൻ പലപ്പോഴും ആ വിചാരം കാട്ടുന്നില്ല. വളരെ രൂക്ഷമായി പല കമന്റുകളും പറയുന്നു. ഉണ്ട്. ഒരു വിൽപത്രത്തിന്റെ വിവാദം അത് കുറെ കാലമായിട്ട് നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്നതാണ്. അതെ. പക്ഷെ ഒന്ന് ഓർക്കണം, ഈ സമയത്ത് ഞാൻ പറയുക, ഇപ്പൊ ഏത് പണവും സ്വത്തും എല്ലാത്തിനേക്കാൾ വലിയ ബന്ധമാണ് രക്തബന്ധം. ആ രക്തബന്ധവും സഹോദര ബന്ധവും നമുക്ക് ഒരിക്കലും കിട്ടുന്ന അതൊരു ഭാഗ്യമാണ്. അതിന് മുൻതൂക്കം കൊടുക്കുകയും അത് കാണുകയും ചെയ്യണം എന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു പറയുന്നു. കീഴൂട്ട് രാമൻപിള്ളയുടെ മകൻ ബാലകൃഷ്ണപിള്ളയുടെ മക്കൾ, അവർ തീർച്ചയായിട്ടും ആ പൈതൃകം സൂക്ഷിക്കേണ്ടതല്ലേ? പക്ഷെ ഗണേഷ് കുമാറിൽ എത്തുമ്പോൾ എന്തെല്ലാം വിവാദങ്ങള്, ചില പെണ്ണ് കേസുകള്, ദാമ്പത്യ ജീവിതത്തിലെ തകർച്ച മിക്ക കുടുംബങ്ങളിലുണ്ട്. പക്ഷെ ഇതൊക്കെ മറ്റു ചില ആരോപണങ്ങളുടെ പേരിലാണ്. ഇതൊക്കെ ഈ കുടുംബത്തെ വല്ലാതെ ബാധിച്ചില്ലേ? അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എന്നും സഹോദരനോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ പലതും വേണ്ടാത്തതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അച്ഛന് വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു അതേ ചൊല്ലി. പക്ഷെ അച്ഛൻ അവസാന കാലത്ത് ഗണേഷ് കുമാറിന് വലിയ കാര്യമായിരുന്നു എന്നാണ് അച്ഛന് മകനെ എന്നും കാര്യമാണ്. ഒരിക്കലും അച്ഛൻ മകനെ വെറുത്തിട്ടില്ല. പക്ഷെ മകനാണ് അച്ഛനിൽ നിന്ന് അകന്നകന്ന് മാറി നിന്നിരുന്നത്. 10-35 വർഷത്തിന് മേൽ അച്ഛനുമായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അച്ഛൻ വീക്കായി മരണത്തോടടുത്തപ്പോഴാണ് അദ്ദേഹം വീട്ടിൽ വരാനും വല്ലപ്പോഴും താമസിക്കാനും ഒക്കെ ആരംഭിച്ചത്. ഈ അച്ഛനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം എന്തായിരുന്നു? എന്താണെന്ന് ചോദിച്ചാൽ അത് അച്ഛനൊരു ദോഷവും ചെയ്തില്ല. പക്ഷെ അച്ഛൻ ഒരു പാർട്ടി ലീഡറും പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ. ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും അച്ഛൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അച്ഛനെ സിൻസിയറായിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടായിരുന്നു. കൊട്ടാരക്കര ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പം എന്നേക്കാൾ വലുതാരും വേണ്ട എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും മനസ്സിലാവുന്നില്ല. കാരണം ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ അച്ഛൻ ബാലകൃഷ്ണപിള്ള ഒരിക്കല് മാധ്യമങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ലെന്ന്. അപ്പോൾ ഒരു അച്ഛൻ അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അതുണ്ട്. അച്ഛന് ചെറിയ കേസുകളൊക്കെ ഉണ്ടായത്. ആ കേസുകളെല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് ഇപ്പം മനസ്സിലാവുമല്ലേ. അതിന്റെ തെളിവുകൾ, പല കേസുകളും വെറുതെ വിട്ടു. സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ മകൻ മന്ത്രി. ജയിലിൽ നിന്ന് ഒന്ന് ഇറക്കാൻ പോലുമുള്ള ശ്രമം പോയി കണ്ടിട്ടില്ല. അത് വിഷമം സ്വാഭാവികമായിട്ട് ഒരു അച്ഛന് വിഷമം. മാത്രമല്ല, അച്ഛന് അതിനേക്കാൾ ഈ വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമൊന്നും എന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനേക്കാൾ അച്ഛന് വിഷമം അച്ഛന്റെ കൂടെ നിന്ന് പാർട്ടിക്കാരെ അവഗണിച്ചു. ഇദ്ദേഹം ഒപ്പം നിന്നവരെ ആരെയും കെയർ ചെയ്തില്ല. അവരെ അവഗണിച്ചു, അവരെ മാറ്റി നിർത്തി. മന്ത്രിസ്ഥാനം ഒരു പ്രത്യേക ഒരു ചുറ്റുപാടിൽ കൊണ്ടുപോയി. അതാണ് അച്ഛനെ ഏറ്റവും വേദന. ഒരു കാലഘട്ടം മുഴുവൻ ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം നിന്ന ആ വലിയ മനുഷ്യനെ ഒരു വലിയ തൂണായി നിലനിർത്തിയ ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഒക്കെ വെട്ടിനിരത്തി ഒരു കൂട്ടം പുത്തൻ കൂറ്റുകാരുമായി ഭരണത്തിൽ മന്ത്രിയായിട്ടിരിക്കുന്നു. പിന്നീട് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അത് സത്യമാണ്. അത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ വർഷങ്ങളായും ആത്മാർത്ഥതയോടെ നിന്ന കുറെ പേരുണ്ട്. അവരെ എല്ലാം ഉപേക്ഷിച്ചു, അവഗണിച്ചു. എന്നിട്ട് പുതിയ ഇയാളുടെ ചുറ്റുപാടിലുള്ള കുറെ പേരെ വെച്ചിട്ടാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ചത്. ആ സന്ദർഭത്തിലായിരുന്നു എനിക്ക് എന്നോട് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണം, ഞങ്ങളുടെ അവസ്ഥ എന്താണ്, സാറ് പോയി, ഞങ്ങൾ വഴിയാധാരമായി എന്ന് പറയുന്നവരോടൊപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഒരു ബദൽ പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയോ ഒന്നും അല്ല ഞാൻ ചെയ്തത്. അവരോടൊപ്പം ഒരു കൈത്താങ്ങായി. അവർക്ക് ബാലകൃഷ്ണപിള്ള വേണമായിരുന്നു. ഇല്ലെങ്കിൽ മകളെങ്കിലും ആവട്ടെ. മകൻ അടുപ്പിക്കുന്നില്ല, അപ്പൊ മകളെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണും അവര്. അവരോടൊപ്പം ഞാൻ നിന്നു, പാർട്ടിക്കാർക്കൊപ്പം. പിന്നീട് ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഈ PR വർക്ക് ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ശ്രീമതി ഉഷ മോഹൻദാസിനെ വളരെ തേജോവധം ചെയ്തുകൊണ്ട് റീൽസുകള്, പ്രതികരണങ്ങള്,
അങ്ങനെ വളരെ വേദന തോന്നിയിട്ടില്ല? അത് തീർച്ചയായും വാസ്തവത്തിൽ സമൂഹം അങ്ങേ വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ പ്രതികരിക്കുന്നില്ലല്ലോ. ഇന്ന് തന്നെ ഇപ്പൊ ഈ ഇന്റർവ്യൂ നിവൃത്തിയില്ല. ഇന്നലെ വേറൊരു ചാനലില് അദ്ദേഹം വളരെ തെറ്റായി എന്നെ പറ്റി കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് പലരും എന്നെ വിളിച്ചു, എന്താ മിണ്ടാതിരിക്കുന്നേ, മറുപടി പറയാനില്ലേ, എന്തെങ്കിലും പറയൂ. പല ചാനൽ, ഈവൻ കേസിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ പോലും ഒരുപാട് ചാനലിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയം, ഇപ്പൊ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒഴിവാകുമായിരുന്നു. കാരണം കുടുംബത്തിനകത്തെ ആ കാര്യങ്ങൾ അധികം പുറത്തോട്ട് കൊണ്ടുവരണ്ട എന്നുള്ള താല്പര്യത്തില്ല ആയിരുന്നു ആ ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നി കുറച്ച് മറുപടി പറഞ്ഞില്ല എങ്കിൽ ഞാൻ മോശമാവും. അതെ, ഒരു കാലഘട്ടം വളരെ തെറ്റായി അങ്ങേ മുദ്ര കുത്തും. മറുവശത്ത് അവസാന കാലഘട്ടത്തിൽ ബാലകൃഷ്ണപിള്ള എന്ന അച്ഛനൊപ്പം ഗണേഷ് കുമാർ ചേർന്ന് നിൽക്കുന്നു. അത് എന്തിനായിരുന്നു? സ്വത്ത് അത് മോഹിച്ചാണോ? എന്തിനാണെന്ന് ഇപ്പൊ വ്യക്തമായല്ലോ എല്ലാവർക്കും. അതുവരെ അച്ഛൻ 2013 ഒരു 13-ലും 16-ലും വിൽപ്പത്രം എഴുതി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിൽ സീൽഡ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു. ആ വിൽപ്പത്രത്തിൽ അച്ഛൻ മാന്യമായ രീതിയിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് കോപ്പി തരികയും ചെയ്തു. ഞങ്ങളോട് വിവരങ്ങൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതിനകത്ത് അത് ഇദ്ദേഹത്തിന് ഞങ്ങളെ അറിയിച്ചില്ലെങ്കിലും വിവരങ്ങളെ ഞങ്ങളോട് പറഞ്ഞു. അതിനകത്തൊരു വിഷയം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, അത് എനിക്കും എൻ്റെ അനുജത്തിക്കും ഗണേശന്റെ 2 മക്കൾക്കുമായിട്ടാണ് അച്ഛൻ ആ വിൽപ്പത്രം. ഗണേശനെ പരാമർശിക്കുന്നില്ല. അതിനകത്തൊരു വിഷയമുണ്ട്. ഗണേശൻ രണ്ടാമത് വിവാഹം കഴിച്ച അറിയാമല്ലോ. വിവാഹം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സകല സ്വത്തുക്കൾ അച്ഛൻ കൊടുത്തതും അയാൾ ഉണ്ടാക്കിയതുമായ എല്ലാ സ്വത്തുക്കളും ആ പുതിയ ഭാര്യയുടെ പേരിലായിട്ട് എഴുതി മാറ്റി. ഇപ്പോഴത്തെ ഭാര്യ എഴുതി മാറ്റി. അത് അച്ഛനെ നൊമ്പരപ്പെടുത്തുന്നത്. കാരണം ഗണേശന്റെ മക്കൾക്ക് ഒന്നും അതിൽ വെച്ചിട്ടില്ല. അവർക്കൊരു വേറൊരു മകനും ഉണ്ട്. അപ്പൊ അവകാശി നാച്ചുറലി അവരാവുമല്ലോ. അപ്പൊ അച്ഛൻ അത് വലിയ വേദനയായിരുന്നു. അതെന്താണ് അങ്ങനെ വെക്കാൻ കാരണം? യാമിനിയുടെ മക്കൾക്കൊന്നും കിട്ടണ്ട എന്നാണോ? അന്നങ്ങനെ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കും. ഇപ്പം മക്കള് കൂടെ ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ വരെയും കാണാൻ കൊടുക്കുക. തീർച്ചയായിട്ടും മക്കൾക്കല്ലേ കിട്ടുള്ളൂ, വേറെ കുട്ടികളില്ലല്ലോ. പക്ഷെ അന്നത്തെ ആ കണ്ടീഷനിൽ അച്ഛന് കുറച്ച് ദേഷ്യം തോന്നി. അച്ഛൻ അന്ന് പറയുമായിരുന്നു, ഒരു 6 അടി മണ്ണ് പോലും അവനില്ലല്ലോ എന്ന് പറയുമായിരുന്നു എപ്പോഴും. പക്ഷെ അത് പിന്നെ തിരുത്തി എന്നൊക്കെ, കുറച്ചൊക്കെ തിരുത്തി എന്ന് കേൾക്കുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി, ഒരു രാഷ്ട്രീയക്കാരൻ, അങ്ങനെ ഒരു ബുദ്ധിമാനായ വ്യക്തിയെ കബളിപ്പിക്കാൻ കഴിയുമോ ഗണേഷ് കുമാറിന്? തീരെ അവശതയായിരുന്നു അച്ഛന്. വായിക്കാൻ വയ്യ. അപ്പം ഇപ്പം ഈയിടെ എല്ലായിടത്തും അയാൾ പറയാറുണ്ട്, കഴിഞ്ഞ ചാനലിലും പറയുന്നുണ്ടായിരുന്നു, ഒരു അനുകൂലമായിട്ട് ഒരു വിധിയും വന്നിട്ടില്ല. സിവിൽ കേസ് ഇപ്പൊ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് മൊഴി പോലും എടുത്തിട്ടില്ല. നെക്സ്റ്റ് വീക്ക് മൊഴി എടുക്കാനായിട്ടുള്ള ഫോറൻസിക്. അത് ഏത് കോടതിയിൽ ഒരു സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക്കിനേക്ക്. അത് എല്ലാ കേസിനും അങ്ങനെയാണ്. അത് ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ഒരു മൂവ്മെന്റ് ഒന്നും അല്ല. അപ്പൊ ഫോറൻസിക്കിന് പോയി. ഈ ഫോറൻസിക് കഴിഞ്ഞ് അച്ഛൻ ഒപ്പിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനെ 1 വർഷമായി, ഈ മരിക്കുന്നതിന് 1 വർഷമായി അച്ഛൻ ഒപ്പിടാൻ പറ്റില്ല. ഈ പാർക്കിൻസോൺസിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റത്തില്ല, കൈവിറയലുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ, അയാളായിരുന്നു അവിടുത്തെ ഭരണം. അയാൾ കൈപിടിച്ചാണ് 1 വർഷമായിട്ട് സകല ചെക്ക് ബുക്കുകളും സകല പേപ്പേഴ്സും സകലതും ഒപ്പിടിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വിൽപ്പത്രം ഒപ്പിടാൻ ഒരു പ്രയാസവും ഇല്ല. ഉണ്ടോ? അപ്പൊ ഇതൊരു വലിയ തട്ടിപ്പാണ് നടന്നു. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. തട്ടിപ്പല്ല, അത് ക്രൂരത. കാരണം എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് ഒരുപാട് കൊടുത്തു എന്ന്. കുറച്ച് ഓർണമെന്റ്സും മക്കളെ കല്യാണം കഴിപ്പിച്ച് തിരുവനന്തപുരത്ത് വീട്, അതാ ഒരു പെൺമക്കൊക്കെ ചെയ്യുന്ന അത്ര വലിയ സംഭവമാണോ? അങ്ങനെ നോക്കാന്നേ ഗണേശൻ അതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ സഹോദരിക്ക് കിട്ടേണ്ട ന്യായമായ സ്വത്തുക്കൾ തട്ടിയെടുത്ത ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത്. സത്യമല്ലേ? എനിക്കത് റെക്കോർഡുണ്ടല്ലോ. ഇതൊക്കെ കോടതിയിൽ വന്ന് നിങ്ങൾ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ, ഞാൻ ഇരുന്ന് കള്ളം പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിന് റെക്കോർഡ്സ് ഉണ്ടല്ലോ, പേപ്പേഴ്സ് എടുക്കാം. പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ ടീമില് ഗണേഷ് കുമാർ മന്ത്രിയാകും എന്നുള്ള ഒരു പൊതുപ്രതീതി ഉണ്ടായിരുന്നു. അന്ന് കേട്ട വാർത്ത, ശ്രീമതി ഉഷ മോഹൻദാസ് മുഖ്യമന്ത്രിയെ കണ്ട് ചില പരിഭവം പറഞ്ഞു. അല്ല, പരിഭവമല്ല, ഞാൻ കണ്ടിരുന്നു എന്നുള്ള വാസ്തവമാണ്. കാരണം ഈ വിൽപ്പത്രം അച്ഛൻ മരിച്ച് പുറത്തു വന്നപ്പോൾ ശരിക്കും ഞാൻ ഷോക്ക്ഡായി. കാരണം 3 മക്കളുള്ള ഒരു അച്ഛൻ എല്ലാ സ്വത്തുക്കളും 2 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുന്നു. എൻ്റെ അമ്മയുടെ പേരിലുള്ള
2016 അമ്മ ഞങ്ങൾക്ക് വിൽപ്പത്രം എഴുതിയത് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് എന്റെ പേരിൽ. അത് എനിക്കും അനിയത്തിക്കും ഗണേശനും അമ്മയുടെ വീതം കൊടുത്തതാണ്. അത് ഇതിനകത്ത് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് എന്നെയും കൂടെ അങ്ങനെ ആക്കിയിരിക്കും. അല്ലാതെ അച്ഛന് ഈ കോടിക്കണക്കിന് സ്വത്തും എത്രയോ 33 അല്ല 36 പിന്നെ സ്വത്തുക്കൾ ഗണേശനും 15ഓളം എന്താ പറയുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി സിസ്റ്ററിനും എനിക്ക് 0. ഞാൻ പ്രതികരിക്കണ്ടേ? ഈ ഗണേഷ് കുമാറിന് അപ്പോ ഒരു ഈ 36 ഇടങ്ങളിലായിട്ട് എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടാവും? അത് കണക്കില്ല. സ്കൂള്, വീട്. ഇന്നലെ ആ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു വീട്ടിലാ പത്തനാപുരത്ത് 10-15 വീടുള്ള ആളാണ്. ചെന്നൈ വീട്, പിന്നെ ദുബായില് ആഡംബര വില്ല, ഫ്ലാറ്റോ വില്ല ഉണ്ടോ, പിന്നെ എവിടൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ചെന്നൈയില്, ട്രിവാൻഡ്രത്ത്, വാളകത്ത്, പിന്നെ മാലൂർ, അങ്ങനെ 10-12 വീടുള്ള ആളാണ്. ഇത്രയും സിമ്പിളായിട്ട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് എവിടെ ലോകത്തിന്റെ പിന്നെ എവിടെയാണ് വിദേശത്ത് സ്വത്തുക്കൾ എനിക്ക് ഈ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് കഴിഞ്ഞ് 1 സെന്റെങ്കിലും എന്റെയോ എന്റെ ഭർത്താവിന്റെയോ എന്റെ മക്കളുടെയോ പേരിൽ ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാമെങ്കിൽ അത് ഞാൻ അവർക്ക് വെറുതെ എഴുതി കൊടുക്കണം. ഇല്ല. വിൽപത്രം മാനിപ്പുലേറ്റ് ചെയ്തു എന്നങ്ങ് വിശ്വസിക്കുമ്പോൾ മറുവശത്ത് ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ ഈ വിൽപത്രം തിരുത്തുക, ഇത്തരം തട്ടിപ്പുകൾ നടത്തുക, അതൊക്കെ ഒരു ശീലമാക്കിയ അതല്ലേ വ്യക്തിയാണ്. നമ്മൾ കണ്ട അനുഭവമല്ലേ അത്. ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ചാനലുകളിലും പേപ്പറുകളിലും എല്ലാം വന്നിറക്കണം. ശ്രീവിദ്യയുടെ സ്വത്തുക്കളൊക്കെ എവിടെ പോയി? പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ തിരുത്തി എന്ന് പറഞ്ഞ കൊട്ടാരക്കര കോടതിയിൽ കേസുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീവിദ്യയുടെ ബ്രദർ ഇതെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് കോടതിയിൽ ശ്രീവിദ്യയുടെ അനിയൻ കൊടുത്ത കേസുണ്ട്. ചെക്ക് ചെയ്യട്ടെ. ഇത് എന്റെ പുളുവാണെന്ന് പറയാൻ ഞാനിത് കള്ളമല്ല, സത്യ തെളിവോടെയാണ് പറയുന്നത്. ശ്രീവിദ്യയുടെ അങ്ങനെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കൊട്ടാരക്കര കേസിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് വിധി വന്നല്ലോ. അതങ്ങനെ അങ്ങ് മുമ്പൊരിക്കല് ചില അഭിമുഖത്തിലല്ല പ്രതികരണങ്ങളില് ഈ കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ സോളാർ നായിക, അന്ന് ശരണ്യ മനോജ് ഒരു 3 മാസം അവിടെ കൊട്ടാരക്കരയിൽ താമസിപ്പിച്ച കഥകളൊക്കെ പറഞ്ഞിരുന്നു. അതിനെ ബാലകൃഷ്ണപിള്ള എങ്ങനെയാണ് നോക്കുക? അച്ഛൻ എന്തായിരുന്നു അച്ഛൻ്റെ ഒരു മനോഭാവം? അച്ഛന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ, എന്നാലും അവസാനം അച്ഛൻ മകന്റെ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ. പിന്നെ അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്, മാനഭയം. അച്ഛൻ ഒരുപാട് മാനത്തെ വില കൊടുത്ത്, മാനം കാക്കണം എന്ന് വില കൊടുക്കുന്ന ഒരാളാണ്. ഒരു കുടുംബത്തിലൊരു പേര് മോശമാവണ്ടെന്ന് വിചാരിച്ച അച്ഛൻ ഒരുപാട് പിന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു. ഇല്ല എന്ന് പറയുന്നില്ല. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂവില്. പിന്നെ അവര് കുടുംബത്തിന് മാനം രക്ഷിക്കാൻ ചില വിട്ടുവീഴ്ചകൾ, ചുരുക്കത്തിൽ പണം കൊടുത്ത് കാണണം. പണം കൊടുത്തോണ്ടാണ് അവര് ഒതുങ്ങിയതെന്ന് പറയാം ഒരു പക്ഷേ. തൊട്ടപ്പുറത്ത് പക്ഷെ എഴുത്ത് അതിനകത്ത് അച്ഛന് പങ്കില്ല, ഇല്ല. കാരണം ഈ ഒറിജിനൽ എഴുത്ത് അച്ഛന്റെ കൈ കിട്ടി. പിന്നെ ആരാ പേര് ഞാൻ പറയുന്നില്ല, അച്ഛന്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛൻ അത് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട്, അച്ഛൻ എന്തോ ഈ പഠിക്കുന്ന പരീക്ഷയാണോ എന്ന് തമാശക്ക് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് അച്ഛനോട് ചോദിച്ചു, സത്യമാണ് ഈ പറയുന്നത്? അച്ഛൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുമല്ലോ അതിനകത്തുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞ വാചകമാണ്, അയ്യോ ദൈവദോഷം പറയരുതല്ലോ, ഒന്നുമില്ല, അത് അങ്ങനത്തെ മോശപ്പെട്ട ഒരു കാര്യങ്ങളും അതിൽ എഴുതിയിട്ടില്ല. എന്നിട്ട് എങ്ങനെ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞു? ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ, അവർ കരയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ സംഭവിച്ചു പോയതിന് എന്റെ കുടുംബം മുഴുവൻ ഞാൻ ദുഃഖിക്കുക. കാരണം അവരുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും കൂടെ വളരെ അടുത്ത ഒരു കുടുംബ. ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ ബാബ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ഒരു സ്വന്തം അനുജത്തിയെ പോലെയാണ് അമ്മ കരുതുന്നത്. അവർക്ക് ഇങ്ങനെ ഗണേശ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തെ പറ്റി എന്തോ പറയും, പിന്നെ ഈ എഴുത്തുതിരി അതൊക്കെ പറഞ്ഞു. ഒത്തിരി വിഷമം അവർക്ക് തോന്നുമല്ലോ നാച്ചുറലി. ഗണേഷ് കുമാർ പറഞ്ഞു ചാണ്ടിയൂപ്പനെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ടോ? ഞാൻ അങ്ങ് ഉമ്മൻചാണ്ടിയെ പറ്റി, ചാണ്ടിയൂപ്പനെ കുറിച്ചും പറയാമെന്നോ? എന്താ ഇതൊക്കെ നമ്മള് തമ്മിൽ ചെളിവാരി എറിയേണ്ട കാര്യമല്ലല്ലോ. ഇത് സത്യത്തെ അദ്ദേഹം ഇതിനകത്ത് ഇവര് ഈ എഴുത്ത് കൂട്ടിച്ചേർത്ത വിഷയമായിട്ട് സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. മാത്രമല്ല അച്ഛൻ CBIക്ക് മൊഴി കൊടുത്തു. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനത്തെ യാതൊരു ആരോപണങ്ങളും ഇല്ലാന്ന് അച്ഛൻ നേരിട്ട് മൊഴി കൊടുത്തു. അതും റെക്കോർഡിലുണ്ടല്ലോ.
ഇപ്പോൾ പിന്നെ ഈ 4 പേജ് എവിടുന്ന് വന്നു എന്ത് പറഞ്ഞു എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല, കോടതി അല്ല, CBIയുടെ ഫൈൻഡിങ്സിലുണ്ട് 4 പേജ് കൂട്ടിച്ചേർത്ത്. കൂട്ടിച്ചേർത്തു. അതെ അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ പറയുന്നില്ല. കാരണം അത് കോടതിയാണ്, കോടതി ഇരിക്കുന്ന വിഷയം കോടതി പറയട്ടെ, കോടതി തീരുമാനിക്കണം. അപ്പൊ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ ഇങ്ങനെ വ്യാജരേഖ ചമയ്ക്കുക, വിൽപത്രം തിരുത്തുക, അതൊന്നല്ല, പല കേസുകളിൽ മറ്റേ അങ്ങേക്ക് അറിയാമല്ലോ, പല കേസുകളിൽ ഇങ്ങനെ വിൽപത്രം തിരുത്തുക, ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും സമ്പത്തുള്ള, ഇത്രയും പ്രതാപത്തിൽ വളർന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ചെയ്യാമോ? അതേപ്പറ്റിയൊക്കെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം? പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായം, എന്റെ അച്ഛൻ ഒരിക്കലും 2 മക്കൾക്കായിട്ട് സകല സ്വത്തുക്കളും എഴുതി വെച്ചിട്ട് മരിക്കില്ല. അതെനിക്ക് 100-110% മരണത്തിന് തൊട്ട് മുൻപ് അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ എല്ലാ ആഴ്ചയും 2 ദിവസം വെച്ച് ഞാൻ പോകും. അച്ഛന് വേണ്ടുന്ന അല്ലാതെ സംസാരിക്കും, എന്തെങ്കിലും തടസ്സങ്ങൾ ഉന്നയിക്കും അച്ഛനെ കാണുന്ന? അച്ഛന് വിഷമമുണ്ട്. അച്ഛന് ഈ പറഞ്ഞ പോലെ ഒരു ഹൗസ് അറസ്റ്റ് പോലെ ആയിരുന്നു അച്ഛൻ. ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കണം, അവിടെ ആളുണ്ടോ? ഇതല്ല ഈ മനോജ് പൊന്നച്ഛനാണ് അസിസ്റ്റന്റ്. അയാളാണ് ഇതിന്റെ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല. കാണുമ്പം വിഷമം പറയും, പക്ഷെ സംസാരിക്കാനും ഒന്നും വളരെ അച്ഛന് വിഷമമുണ്ട്. പക്ഷെ ഒന്നും വിട്ടു പറയാൻ വയ്യ. കാരണം പൊളിറ്റിക്സ് ഐയുടെ കയ്യില്, NSS ഐയുടെ കയ്യില്. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടു പറയാൻ പറ്റില്ല. പക്ഷെ അച്ഛന് വളരെ വേദനയുണ്ട്. ആ കാലഘട്ടത്തിൽ PC ജോർജ് ചില കമന്റുകൾ പറഞ്ഞിരുന്നു, അച്ഛനെ ഉപദ്രവിച്ച ഒരു മകന്റെ കഥയൊക്കെ. അതിൽ എന്തെങ്കിലും കഥയുണ്ടോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം. പിന്നെ വിഷമമുണ്ട്, അത് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ടോ? ഞാനതെങ്ങനെ പറയാം? എന്റെ സഹോദരൻ ഒരു സൈഡിൽ എന്റെ അച്ഛൻ. ഞാൻ എന്തും ചെയ്യും, അതിന്റെ ഇടയ്ക്ക് വിഷമിക്കുകയാണ്. അതോർത്ത് അങ്ങ് കരഞ്ഞിട്ടുണ്ടോ? ഒരുപാട്. എന്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ തെറ്റുകളും പൊറുക്കട്ടെ. പിന്നെ എന്നിട്ടും അച്ഛൻ ക്ഷമിച്ചു. മകനല്ലേ? അത് നമ്മുടെ കാര്യം ഓർത്ത് നോക്കും. നമ്മളെ മാതാപിതാക്കളാണ്. നമ്മുടെ മക്കള് എത്ര തെറ്റ് ചെയ്താലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറക്കും, തെറ്റ് ചെയ്താലും. കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇതിൽ ഇടപെട്ടില്ലേ അപ്പോഴൊക്കെ? അതോ എല്ലാവർക്കും ഗണേശനെ ഭയമാണ്? സത്യം അതാണ്. ഇപ്പൊ ഭയങ്കര ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. അങ്ങ് മുമ്പൊരിക്കലും പ്രതികരിച്ചിട്ടുണ്ട്, ഒരു ഏകാധിപതിയെ പോലാണ് പലപ്പോഴും പെരുമാറുന്ന കുടുംബത്തിലൊക്കെ. ഏകാധിപതി. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ കീഴൂട്ട് വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. ഇവരൊക്കെ വന്നപ്പോഴത്തേക്കും കൊട്ടാരക്കരയ്ക്ക് മാറി. കീഴൂട്ട ഓരോ ബന്ധങ്ങളും, കീഴൂട്ട ഓരോ സ്ഥലങ്ങളും, അപ്പൂപ്പനെ പോലും കണ്ട ആള് ഞാനേ ഉള്ളൂ. അപ്പൂപ്പന്റെ മടിയിലിരുന്ന് വളർന്ന, ആ വാളകത്ത് കുടുംബത്തിൽ വളർന്ന ആളാണ് ഞാൻ. അപ്പൊ ആ കീഴൂട്ട ബന്ധങ്ങൾ മുഴുവൻ എനിക്കാണ്. പോകുന്നതും അവരുടെ എല്ലാ ആവശ്യങ്ങളും നടന്നതും എല്ലാം ഞാനാണ്. അച്ഛന് ഈ കുടുംബം എന്റെ പേര് എഴുതി വെച്ചതുമാണ്. കുടുംബ വീട് അച്ഛന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പേ പിന്നെ മൈനറായ ഉഷയ്ക്ക് ബാലകൃഷ്ണൻ കഴിഞ്ഞാലെന്ന് എഴുതി വെച്ചിരുന്ന ഒരു വീടാണ്. ആ വീടൊക്കെ എങ്ങനെ ഗണേശന്റെ കയ്യിൽ പോയി എന്നുള്ളതൊന്നും. ആ തറവാട്ട് വീട്ടില് അച്ഛന്റെ മരണശേഷം പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. 16-ന്റെ അന്ന് ഇറക്കി വിട്ടതല്ലേ. പിന്നെ അച്ഛന്റെ അസ്ഥി നമസ്കരിക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ല. 16-ന്റെ അന്ന് വിൽപത്രം പുറത്തു വന്നപ്പം ഗണേശൻ മോശമായിട്ടൊന്നും വന്ന് പെരുമാറിയില്ല, ഉള്ളത് പറയണം. പക്ഷെ എനിക്ക് ഷോക്ക്ഡായി. കാരണം എനിക്ക് എഴുതി വെച്ചിരുന്ന വീടില്ല, ഒന്നും വേണ്ട, കാല് കുത്താൻ ഒരു സ്ഥലമില്ല. ആ നാട്ടില് ഒരു 1 സെന്റ് പോലും എനിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നാട്ടിൽ പോകും? അങ്ങ് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. കരഞ്ഞുകൊണ്ടാണ്, എന്റെ കണ്ണീരോട് കൂടിയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭർത്താവ് എന്തു പറഞ്ഞു? അദ്ദേഹം പിന്നെ ഒന്നിലും ഇടപെടത്തില്ല. സ്വത്തിനും പണത്തിനും ഒന്നും ഒട്ടും മോഹമുള്ള ആളുമല്ല. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. അദ്ദേഹം ആണ് എന്റെ അച്ഛനെ ഒരു മകനെ പോലെ. 23 വയസ്സ് എന്റെ വീട്ടിൽ വന്ന് കയറിയ ആളാണ്. അന്ന് ഗണേശ് വളരെ ചെറുതാ. അപ്പൊ അച്ഛൻ ഒരു മകനെ പോലെ കൊണ്ടുവരുന്ന ആളാണ് എന്റെ ഭർത്താവ്. ആ വീട്ടിൽ അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൂടിയിരിക്കുന്നതും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്ത ഒരു മരുമകൻ എന്നല്ല, മകൻ എന്നേ പറയൂ അച്ഛൻ. ഈ യാമിനി തങ്കച്ചി, അവരെ കുറിച്ച് ഗണേശൻ പറയുന്നത് ഒരു ക്രൂരയായ, ആക്രമിക്കുന്ന, അങ്ങനെ ഒരു ആക്രമിക്കുന്നൊക്കെ അവരുടെ അവസ്ഥയെ നോക്കുക. അവരൊരു ഭാര്യയല്ലേ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ. അവരൊരു മര്യാദക്കാരിയായ സ്ത്രീ ആയിരുന്നോ? അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവര് തമ്മിൽ ചിലപ്പോ ചേർച്ച കുറവുകൾ, അത് എന്തിന്റെ പേരിലാണെന്നുള്ള അവരുടെ പേഴ്സണൽ കാര്യം. അവർക്ക് വലിയ യോജിപ്പുണ്ടോന്ന് വെച്ചാൽ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ശരിയല്ലല്ലോ. ഭാര്യ ഭർത്താവ് അല്ല. പക്ഷെ അച്ഛന് ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നു, മന്ത്രിമന്ദിരങ്ങളിൽ പോലും മറ്റിടപാടുകൾ നടക്കുന്നുവെന്ന്. യാമിനി പറഞ്ഞിട്ടുണ്ട്. യാമിനിയുടെ ഇന്റർവ്യൂലുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ അന്ന് അറിയാമായിരുന്നു കുടുംബത്തിലുള്ള എല്ലാവർക്കും? കുറെയൊക്കെ അറിയാം. പറഞ്ഞില്ലേ, നമ്മുടെ സഹോദരനെ വിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാനും പറ്റത്തില്ലല്ലോ.
പക്ഷെ ആ കുട്ടിയെ വിട്ടില്ല. ലാസ്റ്റില് ഈ ബന്ധം പിരിഞ്ഞ് പോകുമ്പം അച്ഛൻ പറഞ്ഞു, ആ കുട്ടിക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. ആ. ഈ 2 മക്കള് കൊച്ചു കുഞ്ഞുങ്ങള്. ഇവരുമായിട്ട് പിരിയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മോള് പോകണ്ട, ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, റോഡിലോട്ട് ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അച്ഛനാണ് തീരുമാനം. അച്ഛൻ വെച്ചു കൊടുത്ത വീടാണ് വഴുതക്കാട് വീട്. അച്ഛൻ വെച്ചു കൊടുത്തതാണ് അച്ഛൻ. അങ്ങനെ മോള് ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും പോകണ്ട, കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ തന്നെ കഴിയൂന്ന് ഇറക്കി വിട്ടില്ല. ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഇറക്കി വിടണം എന്ന് വല്ലതും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടോ? ഗണേശന്റെ വീടല്ലേ, ഗണേശന്റെ പേരിലുള്ള വീടല്ലേ, അച്ഛൻ വെച്ചു കൊടുത്ത ഗണേശന്റെ പിന്നീട് മാറ്റി യാമിനിയുടെ പേരിൽ എഴുതി കൊടുത്തു. അതിന് മടിയൊന്നും പ്രകടിപ്പിച്ചില്ല? അല്ല, മടി ഉണ്ടാവും, പക്ഷെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മീഡിയേഷൻ. അത് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഇത് യാമിനിയാണ് പറയേണ്ടത്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് പറയുവാണ്. 498 പ്രകാരം യാമിനി പരാതി, 498A അറിയാലോ, ഗാർഹിക പീഡനം, അത് പ്രകാരമുള്ള കേസ് യാമിനി ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടു കൊടുത്തു, ഉമ്മൻചാണ്ടി സാറിന്. രണ്ടാമതും കൊടുത്തു, അദ്ദേഹം അനങ്ങിയില്ല. വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടെ നിന്നു എന്ന് വേണം പറയാൻ, രക്ഷിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ യാമിനി സ്റ്റേഷനിൽ പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റ് വാറന്റും FIR രജിസ്റ്റർ ചെയ്തു. അതാണ് സത്യം. അത് പേപ്പറിലൊക്കെ ഉള്ള കാര്യമാണ്, ഞാൻ പറയണ്ട. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. പക്ഷേ ഇപ്പോൾ ഗണേഷ് പറയുന്നത് എന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു, തിരികെ കയറ്റുമെന്ന് വാക്ക് നൽകി, ഒടുവിൽ ഉമ്മൻചാണ്ടി ചതിച്ചു എന്നാണ്. അപ്പോ ആ അവസ്ഥയിൽ ഉമ്മൻചാണ്ടി സാറും വൈഫും എല്ലാവരും കൂടി ഇവരെ രണ്ടുപേരെയും കൗൺസിൽ ചെയ്തു. ഒത്തുതീർപ്പ് ചർച്ച ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം. മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ വീട്ടിലായിരുന്നു. പിന്നെ ഷിബു ബേബി ജോണും ഉണ്ടായിരുന്നു. ഷിബു ബേബി ജോണും എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് T ബാലകൃഷ്ണൻ, അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു മീഡിയേഷന് പൊയ്ക്കൊണ്ടിരുന്നത്. പോയി സംസാരിച്ചു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഇത് ഒത്തുതീർപ്പാക്കാൻ. പക്ഷെ നടന്നില്ല. യാമിനി വളരെ സ്ട്രോങ് ആയിട്ട് ഇനി ഈ ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു. അപ്പം അവര് ചില ഡിമാൻഡ് വെച്ചു എന്നുള്ള ശരിയാ. കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, 2 കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികൾ, അവരെ 2 ആൺകുട്ടികൾ, അവരെ പഠിപ്പിക്കണം. യാമിനിക്ക് ആരുമില്ല, അപ്പോൾ അവരെ വളർത്തണം. അപ്പോൾ കുറച്ച് ക്യാഷും ഡിമാൻഡുകളും ഒക്കെ ചോദിച്ചു. അത് കൊടുക്കേണ്ട ഒരു റൈറ്റ് അല്ലേ, ഒരു അച്ഛന്റെ റൈറ്റ് അല്ലേ. അതാണ് പറഞ്ഞത്, എന്റെ പൈസ എല്ലാം തട്ടിപ്പറിച്ചു കൊടുത്ത് എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി. അതാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ അതില് ഉമ്മൻചാണ്ടി എത്ര നിരപരാധിയാണ്. അദ്ദേഹം വളരെ നിരപരാധി. അദ്ദേഹമാണ് ഇത് ഒത്തുതീർപ്പാക്കാൻ രക്ഷിച്ചതും. ഒത്തുതീർപ്പാക്കിയില്ല എങ്കിൽ പിന്നീട് മന്ത്രിയാവാനും കഴിയില്ല. മന്ത്രിയാവുന്നല്ല, ഇന്നും മത്സരിക്കാൻ പോലും കഴിയാത്ത നിലയില്ല ശിക്ഷ കിട്ടിയാൽ. അപ്പൊ അദ്ദേഹം രക്ഷിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഒരിക്കലും തകർത്തില്ല കുടുംബം ഒത്തുതീർപ്പാകാൻ നോക്കി, അത് നടക്കുന്നില്ല. അത് ഭാര്യയും ഭർത്താവിന്റെയും ഇഷ്ടമല്ലേ. അപ്പൊ സഹായിച്ച ഓരോരുത്തരെയും പിന്നീട് ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച സ്വന്തം സഹോദരിയോട് ചെയ്യുന്നതിൽ കൂടുതൽ അതാണ്. സ്വന്തം ഞാൻ കൂടെ ഇപ്പൊ മൂത്ത ചേച്ചിയല്ലേ, ആ കോടതിയിലെ മീഡിയേഷൻ ടോക്കിലൊക്കെ എന്നോട് സംസാരിക്കുന്ന കേട്ട തകർന്നു. ഒരു അമ്മയെ പോലെ എടുത്തോണ്ട് നടന്ന് ആഹാരവും വാരിക്കൊടുത്ത് വളർത്തിയ ഒരു ചേച്ചിയാ. എന്നോട് സംസാരിക്കുന്ന രീതി എത്ര കൾച്ചർ ഇല്ലാതെ, എത്ര ക്രൂരമായിട്ടാ സംസാരിക്കുന്നത്. മോശം, വളരെ മോശം. കേട്ടു. ചീത്ത വിളിച്ചിട്ടുണ്ടോ? ചീത്തയല്ല, അതിനേക്കാൾ മോശമായിട്ടാ സംസാരിച്ചത്. എനിക്കത് ഇവിടെ പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ മുന്നിൽ വെച്ചാണോ അതോ എല്ലാവരും കേൾക്കുക? അഡ്വക്കേറ്റ്സ് അവർ പലരും ഇറങ്ങിപ്പോയി, ഇഷ്ടപ്പെടാതെ പലരും ഇറങ്ങിപ്പോയി. പലരും മുഖം തിരിച്ചിരുന്നു. കേട്ട് എന്താ സംസാരിക്കണ്ടേന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇരട്ട മുഖമുണ്ടോ ഒരു അഭിനയിക്കുന്ന ഒരു പൊതു? ഈ പറയുന്നതൊന്നും ശരിയല്ല, ഈ ടിവിയിൽ കാണുന്ന ഒന്നും സത്യമല്ല, ശരിയുമല്ല. അത് ഞാൻ പറയാം. ഇരട്ട മുഖമോ എന്തോ അതൊന്നും എനിക്കറിയില്ല. ഈ പറയുന്ന ഇപ്പൊ തന്നെ ഉമ്മൻചാണ്ടിയുടെ കേസ് തന്നെ ഒരു ഉദാഹരണം എടുക്കാം. എന്റെ കേസ് എടുക്കാം. എനിക്ക് ഒരുപാട് തന്നു. ഒരു മകളെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചയക്കുന്നതാണോ ഒരുപാട് തന്നു? ഏതച്ഛനും ചെയ്യുന്നതല്ലേ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്? കൊച്ചുമകള്. അതൊരു വലിയ സംഭവമാണോ? അത് ഞങ്ങൾ വളരെ ചെറിയൊരു ജീവിതമാണ്. എന്റെ ഭർത്താവ് വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്. ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ വളരെ സിമ്പിളായ രീതിയിൽ എന്റെ മക്കള് രണ്ടുപേരും പഠിച്ച് മെറിറ്റില്ല. ഒരാൾ ഡോക്ടറും ഒരാൾ IAM മുഹമ്മദ് ബാദു. അത് പൈസ കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവര് അങ്ങനെ പഠിച്ചു വളർന്ന് അവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. അല്ല, ഒരു പരിധിയിൽ കൂടുതൽ ഈ പണമൊക്കെ എന്തിനെങ്ങനെ ആവശ്യമില്ല. നമുക്കൊന്നും അതിന് വളരെ സിമ്പിൾ. സഹോദരിയെയും കൂടെയുള്ളവരെയും ഒക്കെ വഞ്ചിച്ച്, സഹപ്രവർത്തകരെ വഞ്ചിച്ച് എന്തിനാണ് ഈ പണം ഇങ്ങനെ പിടിച്ചു വാങ്ങുന്നത്? പണവും പ്രതാപവും ഉള്ളതുകൊണ്ടല്ലേ ഇന്ന് അദ്ദേഹത്തിന് എല്ലാം നടക്കുന്നത്. പണവും അദ്ദേഹത്തിന്റെ പൊസിഷനും അല്ലേ എല്ലാം നേടിക്കൊടുക്കുന്നത്. പണം കൊടുത്ത് സ്ഥാനം ഉറപ്പിച്ച് നിർത്തുക. അതെ, സംശയം. നമുക്കൊന്നും അങ്ങനെ കളയാനും പണമൊന്നുമില്ല.
എല്ലാം ഒന്ന് രമ്യമായി ചർച്ച ചെയ്ത് അതല്ലേ അവസാനിപ്പിക്കണമെന്നായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ പിടിതരില്ല. കോടതിയിൽ പിന്നെ ജഡ്ജി 2-3 പ്രാവശ്യം മീഡിയേഷൻ ടോക്ക് വരുത്തി. ഇപ്പൊ ഇന്നലെ പറയുന്നത് കേട്ടു ചാനലിൽ, ഞാൻ ഒരുപാട് എല്ലാം വേണം, ഒന്നും വേണമെന്ന് പറഞ്ഞില്ല, എന്നെയും കൂടെ വിൽപ്പത്രത്തിൽ പാർട്ടാക്കണം. ഞാനൊരു മകളല്ലേ, അതെ. 3 മക്കളുള്ള ഒരു മൂത്ത മകളല്ലേ ഞാൻ, എന്നെ ഒഴിവാക്കിയ ഒക്കത് എന്നെയും കൂടെ അതിൽ പാർട്ടാക്കണം. എനിക്ക് 2 കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലോട്ട് കൊടുക്കണം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. 2 പ്ലോട്ട്, അത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? സ്കൂള് എന്റെ പേരിൽ എഴുതി വെച്ചിരുന്നത് അച്ഛൻ. എന്റെ ഹസ്ബൻഡിന്റെ മാനേജരായിരുന്നു. അച്ഛൻ മരിക്കുന്നവരെ എന്റെ ഹസ്ബൻഡായിരുന്നു ആ സ്കൂളിന്റെ മാനേജർ. ചോദിച്ചില്ല. സ്കൂളുകൾ, ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അച്ഛന്. ഒരുപാട് ലാൻഡ് ഇതുണ്ട് അപ്പൂപ്പൻ കൊടുത്ത, അത് എല്ലാം ഉണ്ട്. വീട് എന്റെ പേർക്കായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ആകെ ചോദിച്ച 2 പ്ലോട്ട്, അത് തിരുത്തണം എനിക്ക്. കാരണം ഞാൻ എല്ലാം കൂടി ചോദിച്ചു, പോരാന്ന് പറഞ്ഞു മീഡിയേഷൻ. അല്ല, ഒരു സഹോദരിയുമായിട്ടുള്ള ഒരു വെറും തർക്കമല്ല, ഒരു വിൽപത്രത്തെ വളച്ചൊടിച്ച് മറ്റേ തട്ടിപ്പ് നടത്തിയ ഒരു കഥയാണ് അങ്ങ് പറയുന്നത്. അതിലപ്പുറം മറ്റു ചില വേദനിപ്പിക്കുന്ന രംഗങ്ങൾ ഒരു പക്ഷെ മനസ്സിലുണ്ടാവും. ഈ സോളാർ നായിക ഒരിക്കല് അവരുടെ ഒരു കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിപ്പോലും ചില കമന്റുകൾ നടത്തി. അതൊക്കെ അച്ഛനറിയാമായിരുന്നു? അച്ഛനറിയാമായിരുന്നു, പക്ഷെ എനിക്കതേ പറ്റിയൊന്നും ഉറപ്പറിഞ്ഞൂടാ. വേറെ പല അറിയാം, പക്ഷെ അത് സരിതയുടെ റിലേഷൻഷിപ്പ് അറിയാം, ബട്ട് കുട്ടിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. അച്ഛനെന്തൊക്കെയോ അറിയാമായിരുന്നു. അച്ഛൻ അങ്ങനെ ഒരുപാട്, അതല്ലേ പറഞ്ഞ, ഇപ്പൊ ഒരുപാട് കൊടുത്തു വിട്ടു. അങ്ങനെ നോക്കുക, നീ അത് മകന് വേണ്ടി എന്തെല്ലാം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അല്ല, യാമിനി തങ്കച്ചി പിന്നീട് പറഞ്ഞത് മന്ത്രി മന്ദിരത്തിൽ വെച്ച് അനാശാസ്യം നടത്തി ഞാനത്. അപ്പോ അങ്ങനെയൊക്കെ ഒരു കുടുംബത്തില് വലിയ ഒരു ഷോക്കല്ലേ ഇത്തരം പ്രതികരണം? തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കുന്ന ആളൊന്നും അല്ല. ഒരു കുറ്റബോധവും ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. മനസാക്ഷി കുത്തൊന്നുമില്ല. മനസാക്ഷി കുത്തില്ല. സ്വന്തം രക്തത്തിനോടില്ലല്ലോ. എന്റെ കുഞ്ഞ്, എന്റെ മകളുടെ കുഞ്ഞ്, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, നിങ്ങൾ കണ്ടു കാണും, ക്യാൻസർ പേഷ്യന്റ് ആണ്. ആ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അച്ഛൻ കരുതിയുന്ന പൈസ പോലും തട്ടിപ്പറിച്ചെടുത്തില്ലേ? അപ്പൊ മനസാക്ഷി എന്നൊന്നുണ്ടോ? ആ കുഞ്ഞിന് അച്ഛൻ മരിക്കുമ്പം വിളിച്ച് എല്ലാവരോടും പറഞ്ഞു, അവന് കാലില് ഇങ്ങനെ ട്യൂമറായി, സർജറി, അപ്പൊ അവനെ കണ്ണിനും കുറച്ച് പ്രോബ്ലം ഉണ്ട്, അപ്പൊ അവനെ പുറത്തു കൊണ്ടുപോയി ശരിയാക്കണം. അവനാണ് എൻ്റെ ഒരു ദുഃഖം ജീവിതത്തിൽ. അപ്പൊ അവന് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ എല്ലാം സർവീസ് സഹകരണ, മറ്റേ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിലാണ് അച്ഛൻ്റെ സമ്പതി. ഒരു തങ്കപ്പൻപിള്ളയുണ്ട് പ്രസിഡന്റ്, അയാൾ അതുപോലെ വഹിച്ചു ഇതെല്ലാം. അങ്ങേരുടെ ബാങ്കിൽ ഞാൻ കരുതിയിട്ടുണ്ട് കുഞ്ഞിന്. പിന്നെ അത് എടുത്ത് അവനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ച ഒരു 6 മാസത്തിനകം വെച്ചത് കുറച്ച് സിവിയർ ആയപ്പം ട്രീറ്റ്മെന്റ് ഇപ്പൊ അവര് പറഞ്ഞു, നമ്മൾ പൈസ, നമുക്ക് ആവശ്യത്തിന് ട്രീറ്റ്മെന്റിന്റെ പൈസ കൊണ്ട് ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അല്ല, അച്ഛൻ അവന് വേണ്ടി കരുതി, അവന്റെ റൈറ്റ് അല്ലേ, അച്ഛന്റെ മകനല്ലേ, അച്ഛന്റെ ബ്ലഡ് അല്ലേ, എന്റെ കുഞ്ഞല്ലേ, അതിന് അച്ഛൻ കൊടുക്കുന്ന അവന്റെ റൈറ്റ് അല്ലേ. അത് തട്ടിയെടുക്കാൻ ഇയാൾക്ക് എന്താ അധികാരം? അച്ഛന്റെ മരണശേഷം ഈ കാര്യങ്ങള് എപ്പോഴും മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർത്ത് വലിയ ദുഃഖം. ഉറങ്ങാൻ കഴിയുന്നില്ല സത്യത്തിൽ. എന്റെ ബ്രദറിനെ മിസ് ചെയ്യുന്ന, സിസ്റ്ററിനെ മിസ് ചെയ്യുന്ന, അതും എനിക്കൊരു ദുഃഖമുണ്ട്. സഹോദരങ്ങൾ എത്ര അടുത്തായിട്ട് ദിവസം എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ എല്ലാ ബന്ധങ്ങളും അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വേദന. അല്ല, ജീവിതത്തിന്റെ ഒരു ഏറ്റവും സന്നിഗ്ധ അവസ്ഥയല്ലേ. കീഴൂട്ട് രാമൻപിള്ളയുടെ കൊച്ചുമകൾ, കേരളം ദീർഘകാലം ഭരിച്ച ഒരു മന്ത്രിയുടെ മകൾ, ഒരു IAS ഉദ്യോഗസ്ഥൻ. അതും മോഹൻദാസ് സാറ് അത്ര നിസ്സാരക്കാരനായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന്, കുടുംബ പശ്ചാത്തലത്തിന്റെ ഒരു നെടുനായിക ആയി നിന്ന അങ്ങ് ഈ ഒരു ഘട്ടത്തിൽ ഇത്രയധികം വിഷമിക്കുന്നു, കണ്ണീരോടെ രാത്രികൾ ചെലവഴിക്കുന്നു, ഉറക്കം പോലും ഇല്ലാതെ കഴിയുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമാണിത്. സ്വത്ത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു, നമുക്ക് ആവശ്യത്തിനുണ്ട്, എന്റെ കുട്ടികൾ നന്നായി ജീവിക്കുന്നു, ഈ കുഞ്ഞിന്റെ ഒരു ദുഃഖം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പൊ നഷ്ടങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, കണക്ഷൻസ്, അത് തകർന്നതിലുള്ള ഒരു വിഷമം ശരിക്കും ഉണ്ട്. സ്വത്തും പണമല്ല. അല്ല, ഇതിലപ്പുറം ഗണേശനെ സംബന്ധിച്ച് മന്ത്രിസ്ഥാനം, ആ ഒരു പൊതുജീവിതത്തിന്റെ സുഖം, ഇതൊക്കെ മതിയല്ലോ. നമ്മൾ ആവശ്യം, അത് ഇപ്പൊ പിണറായി മുഖ്യമന്ത്രിയെ കാണാൻ പോയതിനെ പറ്റി ചോദിച്ചല്ലോ, അത് ഞാൻ പറഞ്ഞില്ല. അത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ വിൽപത്രം പുറത്തു വന്നപ്പോ ഷോക്ക്ഡ് ആയപ്പോൾ ചോദിച്ചു, അയ്യോ, എനിക്കൊന്നുമില്ലേ, ഞാൻ അച്ഛനൊന്നും വെക്കാതെ അങ്ങനെ എഴുതത്തില്ലല്ലോ,
അപ്പം എന്താ മുഖ്യമന്ത്രി ചോദിച്ചു? അല്ല, ഗണേശനോട് ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും എന്നെയും കൂടെ അത് ചേർക്കണം, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒറ്റ വക തരത്തില്ല, കാല് കുത്താനുള്ള സ്ഥലം തരത്തില്ല. ആ, അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി ഇത് അപ്പൊ 1-2 ലീഗലി ആളിനെ കാണിച്ചു വിൽപ്പത്രം. ഇനി ഇത് വില പോകത്തില്ല, ഒരു മോളെ ഒഴിവാക്കിക്കൊണ്ട് 2 പേർക്കായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ ഒന്നും അച്ഛൻ ഉണ്ടാക്കിയതില്ല. അച്ഛന് വിൽപത്രം അങ്ങനെ എഴുതിയാൽ പോലും നമുക്ക് നിയമപ്രകാരം കിട്ടേണ്ടത് അച്ഛൻ എഴുതിയില്ല. അച്ഛന് ഏറ്റവും ഇഷ്ടം എന്നോടായിരുന്നു, എന്റെ മക്കളോടായിരുന്നു. അച്ഛൻ അവരെ അത്രയും പ്രതീക്ഷയോടായിരുന്നു എന്റെ കുട്ടികളിലൊക്കെ ഉണ്ടായിരുന്നത്. ആ അച്ഛൻ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഈ വിൽപത്രം അച്ഛൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം പറയുകയാണ്, കോടതിയിൽ ഞാൻ പറയും, ഈ വിൽപത്രം അച്ഛൻ വായിച്ചിട്ടില്ല. ഇത് പിന്നെ ഇദ്ദേഹം ചമച്ച ഒരു വിൽപത്രം. ഈ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ അവര് ബന്ധപ്പെടാറുണ്ടോ? ഇല്ല, അവര് ആർക്കും അറിയില്ല. കണ്ടിട്ട് പോലും കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ടോന്ന് തന്നെ അറിയില്ല. മലേഷ്യയുമായൊക്കെ ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ കേൾക്കുന്നു. അത് ഞാനും കണ്ടു. ഒരു അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, പക്ഷെ ശ്രീവിദ്യയുടെ കാര്യം മറ്റുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് വിശ്വസിച്ചു പോകുന്നു. നമുക്കതിന് ഞാൻ ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു പൊതു കാഴ്ചക്കാരി എന്നുള്ള മട്ടിലുള്ള. പക്ഷെ ഇപ്പോൾ ആ കുടുംബം ഗണേഷ് കുമാർ ഭാര്യയും ചേർന്ന് നാട്ടിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അല്ല, മറ്റു പലരെ കൊണ്ട് പണമൊക്കെ പിരിവെടുത്തിട്ട് പക്ഷെ അങ്ങനെ ഫണ്ടൊക്കെ ഉണ്ട്, കുറെ റീൽസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും സഹിക്കാത്തത് ഇവിടെ ക്യാൻസർ പേഷ്യൻസിന് കുറെ ചാരിറ്റി ചെയ്യുന്നത്. സ്വന്തം അനന്തവന് ക്യാൻസർ വന്ന് കൂടി ഇരുന്നിട്ട് അയാളുടെ പൈസ തട്ടിയെടുത്ത് വെച്ച ആളാണ് ക്യാൻസർ പേഷ്യൻസിനെ രക്ഷിക്കാൻ പോകുന്നത്, ശ്രീവിദ്യയെ രക്ഷിക്കാൻ പോകുന്നത്. അതൊന്നും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തുമില്ല, വിശ്വസിക്കാനും പറ്റത്തില്ല. ഇടക്കാലത്ത് രാഷ്ട്രീയത്തിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ അച്ഛനും ഭയങ്കര താല്പര്യം എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചപ്പോ മുതലേ കാണുന്നതാണ് രാഷ്ട്രീയം. എന്റെ വീടൊരു രാഷ്ട്രീയ വീടാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലെ കഥ അടയ്ക്കാറില്ല. എപ്പോഴും രാഷ്ട്രീയക്കാര് കയറി വരുന്നു, ഇറങ്ങി പോകുന്നു. നന്നായിട്ട് ഈ ചില ചടങ്ങുകളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രാസംഗിക പൊതുരംഗത്തെ ഇടപെടൽ, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങ് മാറി നിൽക്കണം. അത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കാരണമായിരുന്നു. അല്ല, രാഷ്ട്രീയത്തിലോട്ട് അങ്ങനെ ഇറങ്ങി ഒരു പിന്നെ പബ്ലിക് ഫിഗറിലേക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അച്ഛൻ അന്ന് കുറച്ച് ജയിലിൽ കിടന്നിരുന്ന സമയത്ത് എന്റെ പേരാണ് കൊട്ടാരക്കരയിൽ നിന്ന് അച്ഛന്റെ പാർട്ടി തീരുമാനിച്ചു, അച്ഛൻ തീരുമാനിച്ചു, എല്ലാവരും ഏകകണ്ഠേനെ അംഗീകരിച്ച ഒരു പേരായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെ വരുമല്ലോ വിഷയങ്ങൾ, ഒന്നും ഇല്ലാതെ എന്റെ പേര് അംഗീകരിച്ചു പോയി. അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു, അദ്ദേഹം സമ്മതിച്ചില്ല. ഇന്ത്യയില് എന്നോട് BJP ചില നേതാക്കൾ പറഞ്ഞു, പത്തനാപുരത്ത് ശ്രീമതി ഉഷ മോഹൻദാസിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. പത്തനാപുരത്ത് എന്റെ സഹോദരനല്ലേ, ഇത്രയായാലും അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ പോകുന്നത് അതൊരു വളരെ മോശപ്പെട്ട കാര്യം പോലെ എനിക്ക് തോന്നുന്നു. അത് ഇല്ല, സഹോദരനെതിരായിട്ട് പോവില്ല. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വിളിക്കോ എന്തെങ്കിലും? ഒരു ബന്ധമില്ല. അല്ല, അന്നത്തെ ആ അച്ഛന്റെ 16 കഴിഞ്ഞ പിന്നെ ഇതുവരെ അച്ഛന്റെ 16 കഴിഞ്ഞ അവിടുന്ന് വിഷമത്തോടു കൂടി ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോ അച്ഛന്റെ അസ്ഥി കൊണ്ടുപോകുന്ന അതിലൊന്ന് നമസ്കരിക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല, എന്നെ കയറ്റിയില്ല. അവര് രണ്ടുപേരും കൂടെ കൊണ്ടുപോയി, എന്നെ അറിയിച്ച പോലുമില്ല. അതെനിക്ക് വലിയ ദുഃഖമാണ്. കാരണം അച്ഛൻ ഓരോ കർമ്മം ചെയ്യുന്ന കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും എന്റെ കർമ്മം ചെയ്യത്തില്ല, നീ നിന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അത് ഞാൻ ചെയ്തു. എന്റെ കൊച്ചുമോനെയും കൊണ്ടുപോയി കാശിയിൽ പോയി ഞാൻ മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അന്ന് അത് ഒരു അച്ഛന്റെ അവസാനത്തെ കർമ്മമാണ്, അസ്ഥി നമസ്കരിക്കുക. അതില് എന്നെ തൊടിയിച്ചില്ല, എന്നെ അറിയിച്ചുമില്ല. അതെനിക്ക് വളരെ വേദനയായിരുന്നു. ബാലകൃഷ്ണപിള്ള പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ പൂജപ്പുരയിലെ ജയിൽ ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന ആ ഒരു 2 വർഷക്കാലം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ച കാലഘട്ടമായിരുന്നു. അതിനുള്ള കാരണം മകന്റെ ഒറ്റപ്പെടുത്തലാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ? വേറെ ഒരു കാരണവും അച്ഛനില്ല. ബാക്കി എല്ലാം അച്ഛൻ വളരെ സന്തോഷം. മകൻ ഈ അച്ഛനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു വേദന അച്ഛനുണ്ടായിരുന്നു. അതിന്റെ തിരിച്ചടിയാണോ പിന്നീട് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയത്? ഒരു വിധി വൈപരീത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മന്ത്രിസ്ഥാനം അച്ഛന് അത് സത്യം പറയാം, അച്ഛൻ അന്ന് ഇലക്ഷൻ ജയിച്ച അച്ഛനും ഗണേശനും ഒന്നിച്ച് ജയിച്ചു. സ്വാഭാവികമായിട്ട് അച്ഛൻ ചെയർമാനാണ് മന്ത്രിയാവുന്നത്. അങ്ങനെ AK ആന്റണി സാറായിരുന്നു മുഖ്യമന്ത്രി. അന്ന് തീരുമാനം എടുത്തു അച്ഛൻ മന്ത്രിസ്ഥാനത്തിലേക്ക് വരാൻ. നാളെ മറ്റന്നാൾ സത്യപ്രതിജ്ഞ, എല്ലാം റെഡിയായി. കൊട്ടാരക്കരക്കാരെല്ലാം എപ്പോഴത്തെ പോലെ റെഡിയായി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഒരു മൂവ് ഉണ്ടായി.
എവിടുന്നാ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ബാലകൃഷ്ണ കരുണാകരൻ സാറാണ് അതിന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്മജി അതെ. ആ. അവരോട് ഒരു പോലെ ഗണേശൻ മന്ത്രിയാവട്ടെ, ഉം. ബാലകൃഷ്ണ അന്ന് കരുണാകരനുമായിട്ട് വലിയ അടുപ്പമാണ്, പത്മജൊക്കെ ആയിട്ട് ആ കുടുംബമായിട്ട് വലിയ അതെ. അടുപ്പമാണ്. അങ്ങനെ ആ വഴി വന്നതാണെന്ന് ആന്റണി സാറ് പറഞ്ഞു. അപ്പം പറഞ്ഞു. ആന്റണി സാറിന് അങ്ങനെ ഒരു കമ്പൽഷൻ ഉണ്ടായി അച്ഛനെ മാറ്റി നിർത്തി മകനെ മകനെ. മന്ത്രി. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഫീലിംഗ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ നല്ല വേദനയായിരുന്നു അത്. അങ്ങനെ അച്ഛൻ അമ്മ അതിനോട് അനുകൂലിച്ചിട്ടില്ല ഇല്ല അല്ലേ? ഇല്ല ഒരിക്കലും അച്ഛനെ വിട്ട് അമ്മ ഒരു കാര്യം, മകനോട് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്, ഒരു മകനല്ലേ ഒക്കെ ഉണ്ടെങ്കിലും അച്ഛനെ വിട്ട് അമ്മ നിൽക്കില്ല. നമ്മ മകനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞു, ദേഷ്യപ്പെട്ടു, മോശമാണെന്ന് പറഞ്ഞു. അതിനോട് എങ്ങനെ പ്രതികരിച്ചേ? അയാൾക്ക് വിഷമം ഉണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അന്നൊക്കെ കുറച്ച് വിഷമം. പക്ഷെ പിന്നെ അച്ഛന്റെ വിഷമം അതിലായിക്കോട്ടെ, മന്ത്രിയായപ്പോ എല്ലാവരും ഇപ്പൊ പറയും ബാലകൃഷ്ണനുള്ള മകനെ പെരുന്തച്ചൻ അല്ല, കഷ്ടമാണ് അത് പറഞ്ഞ. പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ല. ഇപ്പൊ മാണി സാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇവരാരും ജീവിച്ചിരിക്കുമ്പോ മക്കൾ ആരും വന്നില്ലല്ലോ. അവരെല്ലാം അച്ഛന്റെ കാലശേഷം അല്ലെ അച്ഛന്റെ അനുഭവത്തോടോ ആശീർവാദത്തോടു കൂടിയല്ലേ വന്നത്. അതാണ് അച്ഛന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മണ്ടത്തരമൊന്നുമല്ല, തെറ്റെന്നുള്ള വാക്കാ ഉപയോഗിച്ചു. എന്റെ മകനെ കൂട്ടിക്കൊണ്ടു. പക്ഷെ മകന് ഈ രാഷ്ട്രീയ പശ്ചാത്തലമില്ലായിരുന്നു, പാരമ്പര്യമില്ലായിരുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച യാതൊരുവിധ ഇതുമില്ല. അപ്പോൾ കരുണാകരൻ സാറിന്റെ കൂടെ കോൺഗ്രസില് ടിക്കറ്റ് എടുത്ത് കോൺഗ്രസിലായിരുന്നു അദ്ദേഹം. സീറ്റ് കൊടുത്തില്ല. കൊല്ലം സീറ്റ് അവിടെ ഇവിടെ പലതും ഒക്കെ അയാളെ മോഹിപ്പിച്ച് കൊണ്ടു നടന്നു. പക്ഷെ സീറ്റിന്റെ സമയമായപ്പം കൊടുത്തില്ല. അപ്പൊ പറഞ്ഞു ബാലകൃഷ്ണനോട് ചെന്ന് ചോദിക്കൂ, അവിടെ പത്തനാപുരം സീറ്റ് ഉണ്ടല്ലോ ഗണേശ, പോയി ചോദിക്കുന്നു. അങ്ങനെയാണ് അച്ഛൻ വിളിച്ച് പത്തനാപുരം കൊടുത്തത്. അച്ഛൻ തന്നെയാണ് കൊടുത്തത് അല്ലേ? അത് പിന്നെ അച്ഛന് വിനയായി. അച്ഛന് അച്ഛൻ പിന്നെ മാറി നിൽക്കട്ടെ, ഇനി എന്തിനാ, ഞാൻ മതി എന്നുള്ള ഒരു തീരുമാനം. അത് ഏതാ അച്ഛനെയും വേദനിപ്പിക്കും. അല്ലാതെ പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്ന് അതിന് പറയാൻ ഒക്കത്തില്ല. അച്ഛൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന കാലമാണ്. അതെ അതെ. അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ നിന്ന് അച്ഛന്റെ ആൾക്കാരെ സംരക്ഷിച്ച് അങ്ങനെ പാർട്ടി കൊണ്ടുപോകണം. അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു മന്ത്രിസ്ഥാനം മകൻ തട്ടിയെടുത്തതിന് ശേഷമാണോ കുടുംബ ബന്ധങ്ങളിലൊക്കെ പാളിച്ചകൾ വരുന്നത്, പ്രശ്നങ്ങൾ തുടങ്ങിയത്? അതുവരെ എല്ലാം ഭദ്രമായിരുന്നോ? ഭദ്രമോ എന്ന് ചോദിച്ചാൽ ഭദ്രം എന്ന ഈ വിഷയങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ അച്ഛനും മകനും കൂടെ അത്ര വലിയ യോജിപ്പുകളൊന്നും ഇല്ലായിരുന്നു അതിന് മുൻപ് തന്നെ. പക്ഷെ എന്നാലും ഇതോടുകൂടിയാണ് ഇത്. ചിലർ പറയുന്നു ഒരു തന്നിഷ്ട സ്വഭാവം ഉണ്ട് ബാലകൃഷ്ണ പിള്ളയ്ക്ക്, അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ മകനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മരണം വരെ മകന്റെ ആവശ്യം വരുമ്പം ഓടിച്ചെല്ലും. മകനെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യും. മകന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ക്രിമിനൽ കേസ്, അത് ഇത്, ആ സമയത്തെല്ലാം ഓടിച്ചെന്ന് അവരുടെ കാല് പിടിച്ചവരെ രക്ഷിക്കും. ഇതൊക്കെ മകനോട് സ്നേഹം അല്ല, അത് ചില പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങ് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളിൽ ചെന്ന് ഗണേശൻ പെടുന്നു, അതൊക്കെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന അച്ഛനാണെന്ന്. പൈസ കൊടുത്ത് ഇതിനൊക്കെ ചെയ്തില്ലേ പല കേസിനും? ഇവിടെ പറയാൻ പറ്റത്തില്ല. പല കേസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇടയ്ക്കൊരു മറ്റേ അമ്മയും മകനും ഒരു അടിക്കേസൊക്കെ ഉണ്ടായല്ലോ, റോഡിലിട്ട് അടിച്ച കേസൊക്കെ. അവര് വലിയ ക്രിമിനൽ കേസല്ലേ കൊണ്ട് കൊടുത്തത്. അപ്പൊ അച്ഛൻ ചെന്ന് അവര് NSS അച്ഛൻ ചെന്ന് അവരുടെ കാല് പിടിച്ചപ്പോ അവര് സാറ് പറയുന്നല്ലേ എന്ന് പറഞ്ഞാൽ അവര് പിന്മാറി. ഇപ്പോഴത്തെ അച്ഛന്റെ അതേ പാത പിന്തുടർന്ന് NSSന്റെ അമരത്ത് ഇരിക്കുകയാണ്. NSS ഡയറക്ടർ ബോർഡിലുണ്ട്. അപ്പോൾ അടുത്ത ജനറൽ സെക്രട്ടറി ആവാനുള്ള കരുനീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സുകുമാരൻ നായരുമായിട്ടും വലിയ ബന്ധം സൂക്ഷിക്കുന്നു. അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു മിടുക്കുണ്ടല്ലോ. അത് ദൈവം കൂടെ വിചാരിക്കണം. നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. മോളില് ഒരു ശക്തിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ഉണ്ടാവണം. വിശ്വാസിയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടോ. തികഞ്ഞ വിശ്വാസിയാണ്. ദൈവത്തിൽ വിശ്വാസം ഉണ്ട്. ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്യൂ. ദൈവത്തിനെ പയക്കത്തില്ലേ? പയക്കും. അപ്പൊ എന്നിട്ടും ദൈവം പന പോലെ വളർത്തി. അത് പറഞ്ഞ ബൈബിളിലെ ഒരു വാചകം ഓർമ്മ വരുന്നത്. ഇടക്കാലത്ത് ഈ കൊട്ടാരക്കര സീറ്റില് ശ്രീമതി ഉഷ മോഹൻദാസിനെ പരിഗണിക്കുന്നു എന്നൊക്കെ ചില വാർത്തകൾ കേട്ടിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന്. എന്താണ് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്? കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലമാണ്. ഞാൻ ജനിച്ച്, ഞാൻ വളർന്ന്, ഞാൻ പഠിച്ച്, എന്നെ വിവാഹം കഴിപ്പിച്ച കൊട്ടാരക്കരക്കാരനെ കൊണ്ടാണ്. അങ്ങനെ കൊട്ടാരക്കരയായിട്ടുള്ള ഒരു ബന്ധം ഒരിക്കലും എനിക്ക് മുറിച്ചു കളയാൻ പറ്റത്തില്ല. ഇപ്പം കൊട്ടാരക്കര പഞ്ചായത്തിലോ വില്ലേജിലോ എനിക്ക് കാലുകുത്താൻ പോലും സ്ഥലമില്ല എന്നുള്ളത് ഒരു വാസ്തവം. പക്ഷെ കൊട്ടാരക്കര എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഇന്ന് കൊട്ടാരക്കര പോയാൽ എനിക്ക് ഒന്ന് ഒരു എന്താ പറയാ, ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ
കൊട്ടാരക്കരക്ക് എൻ്റെ അച്ഛൻ്റെ വികാരമായിരുന്നു കൊട്ടാരക്കര. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ മോഹങ്ങളോ ഇല്ല. പക്ഷെ അച്ഛൻ കൊട്ടാരക്കരയെ സ്നേഹിച്ചത് ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ കൊട്ടാരക്കര നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ മാറി, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിച്ചിരുന്നോ? ആദ്യം അവരുടെ സൈഡിൽ നിന്നൊരു മൂവ് ഉണ്ടായിരുന്നു, നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോകണമെന്നോ വേറെ ഒരു സീറ്റ് തരാൻ തയ്യാറായിരിക്കാം, പക്ഷെ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. കൊട്ടാരക്കര ആണെങ്കിൽ മാത്രം ആലോചിക്കേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ വലിയ സ്ട്രോങ് ആയിട്ടൊന്നും അതിന്റെ പുറകെ പോയി. തീർച്ചയായിട്ടും ഇപ്പൊ ഐഷ പോറ്റി ആയാലും ബാലഗോപാലായാലും ആരായാലും കൊട്ടാരക്കര നന്നാവണം, കൊട്ടാരക്കരക്കാർക്ക് ഗുണമുണ്ടാവണം, അതേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ഒരു ധനമന്ത്രി ഉണ്ട്. ഐഷ പോറ്റി പഴയ ആളാണ്. പക്ഷെ അവർക്ക് വ്യത്യാസമുണ്ട്. പഴയ രാഷ്ട്രീയം അച്ഛന് ഈയിടെ കൊടിക്കുന്നിൽ സുരേഷ് ഒരു ഇന്റർവ്യൂ പറയുകയുണ്ടായി, ജനങ്ങളിലേക്ക് ഐഷ പോറ്റി ഇറങ്ങിപ്പോയി, ബാലകൃഷ്ണപിള്ള സാർ പോയില്ല. അത് തെറ്റ്. കൊടിക്കുന്നിൽ സുരേഷ് കാണുന്ന ബാലകൃഷ്ണപിള്ള ഇപ്പോഴത്തെ ബാലകൃഷ്ണപിള്ളയാണ്. പക്ഷെ പണ്ടൊരു ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. ഈ കൊട്ടാരക്കരയിലെ ഓരോ വീട്ടിലെയും ആളുകളെ പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ഒരു ബാലകൃഷ്ണപിള്ള. ജനങ്ങളിലേ ജീവിച്ച ആളാണ്. വേറെ ഒരു സ്ഥലത്തും അദ്ദേഹം പോയിട്ടില്ല, കൊട്ടാരക്കര തന്നെ. ഇപ്പം ഐഷ പോറ്റിയുടെയും പിന്നെ ബാലഗോപാലിന്റെ ഒക്കെ കാലം വന്നപ്പോൾ MLA ഫണ്ടും പാർട്ടി ഫണ്ടും ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ബാലകൃഷ്ണപിള്ളയുടെ സമയത്ത് ഒരു ഫണ്ടും ഇല്ല. ഓരോ മന്ത്രിമാരുടെ കാല് പിടിച്ച് ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയ സംഭവങ്ങൾ കൊട്ടാരക്കര കൊണ്ടുവന്നു. ട്രാൻസ്പോർട്ടിന്റെ അന്നത്തെ എല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. മാത്രമല്ല ഓരോ മന്ത്രിയുടെയും കാല് പിടിച്ച് പാലവും റോഡും എല്ലാം നേടി. ഇന്നത്തെ MLAക്കും MPക്കും ആ പ്രയാസമില്ല, അവർക്ക് നല്ല ഫണ്ടുണ്ട്. അതാണ് വ്യത്യാസം. അച്ഛന്റെ ഒരു അവസാന കാലം എങ്ങനെയായിരുന്നു? വാളകത്തെ വീട്ടിലായിരുന്നല്ലോ അവസാന കാലം. വാളകത്തെ വീട്ടിലല്ല, അച്ഛന്റെ ആഗ്രഹം വാളകത്തെ വീട്ടിൽ കിടക്കണം എന്നായിരുന്നു. അത് അദ്ദേഹം അങ്ങ് ലോക്ക് ചെയ്തത് കൊട്ടാരക്കര വീട്ടിലായിരുന്നു. കൊട്ടാരക്കര വീട്ടിലേക്ക് മാറ്റി. അതിന്റെ കാരണം എന്താണ്? അതെന്താണെന്ന് എനിക്ക് വാളകത്തെ വീട്ടിലോട്ട് ഇനി ആരും ഒരു ആക്സസ് വേണ്ട. അയാള് കസ്റ്റഡിയിലാക്കുക. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആരും അതൊന്നും പോകണ്ടെന്ന് വിചാരിച്ചായിരിക്കാം വാളാത്ത വീട്ടിൽ നിന്ന് അച്ഛന് അവസാനം അവിടെ കിടന്ന് മരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാന കാലത്ത് ബാലകൃഷ്ണപിള്ളയെ വീട്ടിൽ പൂട്ടിയിട്ടു എന്നൊക്കെ. അല്ല, അച്ഛനൊരു തടവ് പോലെയായിരുന്നു. ഒരു കൊട്ടാരക്കര വീട്ടിൽ അച്ഛൻ രാജകീയമായിട്ട് ജീവിച്ചിരുന്നിടത്ത് മാറ്റി ജോലിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മുറിയിലായിരുന്നു അവസാന കാലം. അതിന്റെ കാരണം എന്താ? അത് അദ്ദേഹത്തിനോട് ചോദിച്ചല്ലേ അറിയുള്ളൂ. മോളിൽ കയറാൻ വയ്യ എന്നൊക്കെയാണ് ന്യായം പറയുന്നത്. അച്ഛൻ കയറി ഇറങ്ങാറൊന്നുമില്ല. പിന്നെ സ്റ്റാഫുകളുടെ സൗകര്യത്തിനൊക്കെ ആയിരിക്കും. ജോലിക്കാരുടെ അത്ര ഒരു ചെറിയ മുറിയായിരുന്നു. ചെറിയ മുറിയല്ല, ഒരു താഴത്തെ ഒരു മുറി. ആ മുറി ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. അവിടെ ഒരു ഹൗസ് അറസ്റ്റിൽ എന്നതുപോലെ പറയാം. ഒന്നിന് സ്വാതന്ത്ര്യം. പേടി അച്ഛന് ഭയങ്കര ഭയമായിരുന്നു. അവസാനം വിറയ്ക്കും. ഇയാൾ വരുന്നു എന്ന് പറയുമ്പോ കൈയെല്ലാം വിറയ്ക്കും. ഭയങ്കര പേടിയായിരുന്നു. അതിന്റെ കാരണം എന്താ? കാരണം പേടിപ്പിച്ച് നിർത്തിയിരുന്നോണ്ട്. അങ്ങനല്ലേ വിൽപത്രമൊക്കെ ശരിയാക്കി എടുത്തു. ഭയപ്പെടുത്തിയാണ്. ബാങ്കിൽ ഈ ഒപ്പിടാൻ അച്ഛനെ ഒരു വർഷമായിട്ടേ ഒപ്പിടുന്നില്ല. ഈ ബാങ്കിൽ ഒറ്റ പൈസയിൽ എല്ലാം മാറിയിരിക്കുന്ന എങ്ങനെ ചെക്ക് ഒരുപാട് ചെക്കിൽ ഇങ്ങനെ അച്ഛനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്റെ വലിയൊരു നിക്ഷേപം ബാങ്കിൽ ബാക്കി ഉണ്ടായിരുന്നു. ഒറ്റ രൂപ ആർക്കും കൊടുത്തില്ല, തനിയെ എടുത്തു മുഴുവൻ. ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കില് തങ്കപ്പമ്മ അച്ഛന് 10,000 രൂപയായ വിളിച്ച് തങ്കപ്പ കൊണ്ടുപോയി ഇടൂന്ന് പറഞ്ഞ് കൊടുക്കും. അച്ഛൻ ചെലവാക്കത്തില്ല, എല്ലാ രൂപയും ഇയാളെ ഏൽപ്പിച്ചു. ഈ മനുഷ്യൻ കൊണ്ടുചെന്ന് പലരുടെ പേരിലൊക്കെ അത് ഇട്ടിട്ട്, പിന്നെ അച്ഛന്റെ കയ്യിൽ കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഇതിന്റെ. അത് അച്ഛൻ ഗോപാലകൃഷ്ണൻ നായർ എന്നും പറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു സാറ്, സ്കൂളിലെ ഒരു സാറുണ്ട്. അദ്ദേഹത്തിന് വിശ്വസ്തൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു അച്ഛൻ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽസ്. ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്, 3 പേരും കൂടി നിൽക്കുമ്പോഴേ അത് കൊണ്ടു കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കാലം കഴിയുമ്പോൾ ഇന്നതുപോലെ ചെയ്യണം. ഇവർക്ക് ഗണേശന്റെ മക്കൾക്ക് ഇത്ര, അനിയത്തിയുടെ മകനിത്ര, നിന്റെ മക്കൾക്ക് ഇത്ര, പിന്നെ അച്ഛനെ നോക്കി വർഷങ്ങളോളം കൂടെ വന്ന കൃഷ്ണപിള്ള കാര്യസ്ഥന് അയാൾക്കിത്ര, എല്ലാം പറഞ്ഞേൽപ്പിച്ചിരുന്നു. പക്ഷെ ഒറ്റ മനുഷ്യർക്കൊന്നും കൊടുത്തില്ല. എല്ലാം തട്ടിയെടുത്തു. ബാക്കി തങ്കപ്പമ്പിള്ള എടുത്തു. ഗണേഷ് കുമാറും തങ്കപ്പപിള്ളയും തമ്മിലുള്ള ഒരു കളി അല്ല, അവര് തമ്മിൽ വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ പണത്തിന്റെ കാര്യം വന്നപ്പോ തങ്കപ്പമ്പിള്ള ബുദ്ധിപരമായിട്ട് അത് പലരുടെ പേരിലല്ലേ ഇട്ടത്. അപ്പൊ കുറെ അങ്ങേരെടുത്തു. പിന്നെ മെജോറിറ്റി ഗണേഷ് കുമാർ കൊണ്ടു. ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. പിണറായി വിജയനെ ഞാൻ കാണാൻ പോയത് വേറൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് അന്ന് പേ കമ്മീഷൻ ചെയർമാനാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഗവൺമെന്റിൽ തന്നെ ഒരു മന്ത്രിക്കെതിരായിട്ട് കേസ് കൊടുക്കുമ്പോൾ കേസ് കൊടുക്കാനാണ് നീക്കം എന്നൊന്ന് അറിയിക്കേണ്ട മര്യാദ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അപ്പം പോയി കാര്യം പറയണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കത്തില്ലേ എന്താണ് വിഷയം, മന്ത്രിയെ ബാധിക്കുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിൽപത്രം എഴുതി അത് നമ്മളെ ഒഴിവാക്കിയിരിക്കുന്നു, ബലേഷുള്ള ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്നിട്ട് അത് മറിച്ച് നോക്കിയപ്പം എനിക്ക് ഇല്ലല്ലോ, 36 ഒരാൾക്ക് 16 ഒരാൾക്ക് എനിക്ക് ഒരു 1/2 പേജിൽ അമ്മയ്ക്ക് കൊടുത്ത ആ തോട്ടം എന്റെ പേരിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, അമ്മ തന്നെ. ഇത് നിങ്ങൾ ലീഗലി പോണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമുക്ക് തോന്നി ശരിയാ. അപ്പൊ ലീഗലി പലരെയും കാണിച്ചപ്പോ അഡ്വൈസ് കിട്ടിയത് ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. എന്റെ മനസാക്ഷിയും പറഞ്ഞു ലീഗലി പോകണം. അങ്ങനെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. നിവൃത്തിയില്ലാഞ്ഞാണ് ലീഗലി പോകണമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉപദേശിച്ചോ? പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു. ഒരിക്കലും ഒരു മകളെ ഒഴിവാക്കിക്കൊണ്ട് വലേഷുള്ളത് ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് തോന്നി, മനസ്സിലായി. പിന്നെ ലീഗലി പോകുന്നതിന് മുമ്പ് ഞാൻ ആവുന്നതും ചോദിച്ചു, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, കേസ് മുഴക്കും വേണ്ട, നമുക്ക് ഒത്തുതീർപ്പാക്കാം, നമുക്ക് അങ്ങ് തീർക്കാം. സമ്മതിച്ചില്ല. ഒട്ടും സമയം എന്റെ അച്ഛൻ എനിക്കത് ഞാൻ എടുക്കും, തരില്ല. വലിയൊരു വാശിയും വൈരാഗ്യമാണ്. വാശി കിട്ടിയാൽ ആർക്കാ എത്രയും വലിയ വിഷമം തോന്നി. എന്ന് സഹോദര ബന്ധം കളയാൻ വലിയ വിഷമമാണ് നമുക്ക് ജീവിതത്തിൽ. ഈ ജന്മത്തെ ഒരു ബന്ധമല്ലേ ഉള്ളൂ. ഈ സത്യമൊക്കെ അങ്ങ് ആ കാലഘട്ടത്തിൽ തുറന്നു പറഞ്ഞപ്പോൾ ചില PR വർക്കുകളുടെ ഭാഗമായി ശ്രീമതി ഉഷ മോഹൻദാസിന്റെ പണത്തോടുള്ള ആർത്തി എന്നുള്ള പേരിലെ ചില റീലുകളും ചില കമന്റുകളും ഒക്കെ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ പല ഭാഗത്തും ഈ വിൽപത്രത്തിന്റെ ഭാഗം വരുമ്പോൾ അതിന്റെ മനസ്സിലേക്ക് വരും എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടു ആ കാലഘട്ടത്തിൽ. അന്ന് വലിയ വേദന, വളരെ വേദന തോന്നി. കാരണം എല്ലാ ജനത്തിന്റെയും വാ പോയി നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കമന്റ്സ് വായിച്ചിട്ട് ഓരോരുത്തർക്കും ചില ചാനലുകളൊക്കെ ആർത്തി പിടിച്ച ഉഷ എന്നൊക്കെ പറഞ്ഞു. എന്താർത്തി? എന്താണ് ഞാൻ ആർത്തി ചെയ്തത്? എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ 2ആയി വിഭജിക്കുന്ന ശരിയല്ല, 3ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണോ തെറ്റ്? എന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ച പണം 3 മക്കൾക്ക് വേണ്ടിയാണ്. ഒരാൾ എനിക്ക് മാത്രം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ സമ്പാദ്യത്തിലെ ഒരു വീതം എനിക്ക് തരണം. അത് തെറ്റാണോ? ഞാനത് പറഞ്ഞു. ജനം പറയട്ടെ, പത്തനാപുരത്തെ ആൾക്കാർ മറുപടി പറയട്ടെ. ഇതിന് മറുപടി തെറ്റാണോ ഞാൻ ആവശ്യപ്പെട്ടത്? എന്റെ റൈറ്റ് അല്ലേ? എന്റെ അച്ഛന്റെ വക അനുഭവിക്കാൻ എനിക്ക് അവകാശമില്ലേ? കീഴൂട്ടിൽ കുടുംബത്തിൽ എങ്ങനെ ഈ പത്തനാപുരമായിട്ട് ഇത്ര വലിയൊരു ആത്മബന്ധം വരുന്നത്? അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ, തൊട്ടടുത്ത. മുൻപ് അച്ഛൻ മത്സരിച്ചത് അന്ന് അച്ഛൻ മത്സരിച്ചു കഴിഞ്ഞ് പിന്നെ അത് റിസർവേഷനായി, മണ്ഡലം. പക്ഷെ പിന്നീട് ചില റിസർവേഷനായി. അച്ഛൻ പിന്നെ കൊട്ടാരക്കരയിലേക്ക് വന്നു. കൊട്ടാരക്കരയിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും കൊട്ടാരക്കര വിട്ടു പോയിട്ടില്ല. അച്ഛൻ അടുപ്പിച്ച് 10 പ്രാവശ്യം അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു, പത്തനാപുരത്തും തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ട സമയമുണ്ട്. പരാജയപ്പെട്ടപ്പോൾ പോലും അച്ഛൻ കൊട്ടാരക്കര ഉപേക്ഷിച്ചില്ല. കാരണം അച്ഛന് കൊട്ടാരക്കരയായിട്ട് അത്രയും ആത്മബന്ധമുണ്ട്. ഒരു കാലഘട്ടം, ഒരു രാഷ്ട്രീയ കാലഘട്ടം, പതിറ്റാണ്ടുകൾ രാഷ്ട്രീയത്തിനൊപ്പം നിന്ന് പൊതുജീവിതത്തെ നോക്കിക്കണ്ട അങ്ങ്, പക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹോദരനുമായി വിങ്ങലോടെ ഒരു നിയമയുദ്ധത്തിലേക്ക് കടക്കുന്നു. സഹോദരനെതിരെ ചില തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ തയ്യാറാവുന്നില്ല, തുറന്നു പറഞ്ഞത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ അഭിമുഖത്തിൽ പോലും, ഈ സംഭാഷണത്തിൽ പോലും, അഭിമുഖം എന്ന് പറഞ്ഞുകൂടാ, ഈ സംഭാഷണത്തിൽ പോലും തുറന്നു പറയുമ്പോൾ ഒരു ഹൃദയത്തിന്റെ ഒരു വിങ്ങല് കാണാൻ കഴിയും. സഹോദരനെതിരെയാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണല്ലോ പറയുന്നത്. വിഷമമുണ്ട്, നിവൃത്തിയില്ല. ഇന്നലെ ഒരു ചാനലിൽ കണ്ടപ്പോഴും എനിക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യ ആളല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ഈ സംഭാഷണത്തിൽ തോന്നി എല്ലാറ്റിനും ഒടുവിൽ സ്വന്തം അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ട് മകനായ ഗണേഷ് എന്ന് അങ്ങേക്ക് വ്യക്തമായി അറിയാം. പക്ഷെ അതുപോലും തുറന്ന് ഈ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഒരു കുടുംബ ബന്ധത്തിന്റെ പേരിൽ പാടുപെടുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. വളരെ നന്ദി. എത്രയായാലും സഹോദരനല്ലേ എന്നുള്ള ആ വിചാരം എപ്പോഴും ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ഉഷ മോഹൻദാസ്. നന്ദി, നമസ്കാരം. സന്തോഷം. താങ്ക് യു.